ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിസാൽ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PVC പൈപ്പ് വെച്ച് എങ്ങനെ ട്രൈപോഡ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റുഡിയോ ലൈറ്റിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. 2 വീഡിയോ ആണ് ഇതിനു വേണ്ടി ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരെണ്ണം ഇതിൻ്റെ ഉണ്ടാക്കണതും പിന്നെ ഇത് റിവ്യൂ ചെയ്യണതുമാണ്. റിവ്യൂ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഞാൻ തോന്നിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം കേട്ടോ. വേണമെങ്കിൽ ഇതേ ബോഡി തന്നെ ഉണ്ടാക്കിയിട്ട് ഇത് നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ട്രൈപോഡ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ബോഡി തന്നെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഹോൾ ഇടുക, അല്ലെങ്കിൽ എടുത്തിട്ട് ഈ പൈപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയാകും. ഇത് നമുക്ക് വേണ്ടത് ഒരു ലെങ്ത്തുള്ള, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തിലെ പൈപ്പ് എടുത്തിട്ട് ഇവിടെ കണ്ടോ ഒരു എല്ലെങ്കിൽ വെക്കണം. എല്ലെങ്കിൽ വെച്ചതിന് ശേഷം ഇതേപോലത്തെ ഒരു പൈപ്പ് എടുത്ത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന കാണിക്കുന്നത് ഇതേപോലത്തെ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഫോൺ വെക്കാവുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്യണം 2 സൈഡും. അതുമാത്രമല്ല അതേപോലെ തന്നെ ലെങ്ത്തിലുള്ള പൈപ്പ് എടുത്തിട്ട് ഒരെണ്ണം ഇങ്ങനെയും കട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെ നേരെയും കട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇല്ലെങ്കിൽ എന്നിട്ട് അങ്ങനെ വെച്ചതിന് ശേഷം ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഇത് ഉണ്ടാക്കി എടുത്തിട്ട് ഈ ഹോളിൽ ഇത് ഇറക്കി കൊടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ ആണ് വെക്കണമെങ്കിൽ അതിൻ്റെ ഹോളിൽ. ഇപ്പം ഞാൻ എൻ്റെ സ്റ്റുഡിയോ ലൈറ്റിൻ്റെ ഇതിൽ തന്നെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാമല്ലോ, ലൈറ്റും വെക്കുക ക്യാമറ വെക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു ഹോളൊന്നുമില്ലെങ്കിൽ ഇവിടെ ഇട്ടെടുക്കണതാണ് നല്ലത്. ഇപ്പം ഞാൻ തൽക്കാലം ചെയ്യണത് ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുമേക്ക് ഇത് പൈപ്പ് ഇറക്കി വെക്കുകയാണ്. പൈപ്പ് ഇറക്കി വെക്കാൻ ഇത്തിരി കുഞ്ഞു അതിൻ്റെ ബാക്കിൽ പിടിച്ച് പൈപ്പ് ഏകദേശം ഫിറ്റായിട്ടുണ്ട്. ഇപ്പം കണ്ടോ, പൈപ്പ് ഏകദേശം ഇങ്ങനെ ഇരുന്നോളും. ഇതെന്താ PVC പൈപ്പിൻ്റെ ഒരു ഇതുപോലെ തന്നെ ഉണ്ട് കണ്ടോ ഫ്രണ്ട്സ്. ഇപ്പം ഏകദേശം ഇങ്ങനെ ഇരിപ്പുണ്ട് ഇത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കണ്ടോ, ഈ സാധനം നമ്മൾ അടിയിലേക്കാണ് ഫേസ് ചെയ്ത് വെക്കേണ്ടെങ്കിൽ, ക്യാമറ അടിയിലേക്കാണ് വെക്കേണ്ടെങ്കിൽ ഇത് നേരെ ലെവലായിട്ട് ഇങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയും കയറ്റി വെച്ച് ഇത് കൊടുക്കാം. ഇത് നമ്മൾ പശ വെച്ച് ഒട്ടിക്കരുത് കേട്ടോ. ഇത് നമുക്ക് അഴിച്ചെടുക്കേണ്ടതൊക്കെ ആവശ്യം വരും. ഈ സാധനം മാത്രം പിന്നെ ഇത് നമുക്ക് അഴിച്ചെടുക്കേണ്ട ആവശ്യമൊക്കെ വരും. അത് കാരണം ഇനി ഞാൻ ഇത് വെച്ചൊരു ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിങ്ങനെ സ്റ്റേബിൾ ആകൂല പെട്ടെന്ന്. ഞാൻ ഇതേപോലെ ഹോൾട്ട് എടുക്കാത്ത കാരണം നിങ്ങൾ ഇതേപോലെ ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ ഒരു ടീൻ്റെ ഷേപ്പിലെ പൈപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. ഇങ്ങനെ കയറ്റി വെച്ച് ഇതാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സോ ബ്ലേഡ് എടുക്കുക. ഇതുമൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇല്ല, ഇവിടെ വരഞ്ഞു കൊടുത്താലും മതി. എന്നിട്ട് ഈ പൈപ്പ് ഇങ്ങോട്ട് ഇറക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് പൈപ്പ് മുറിച്ചിട്ട് ഇറക്കി വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം ഇങ്ങനെ വരഞ്ഞെടുത്തിട്ട് ഇതാക്കണം. നല്ല കാറ്റുണ്ട് ഇവിടെ. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് നിവർത്തിയിട്ട് ഇങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കണം. ഇങ്ങനെ വലിച്ച് നിവർത്തിയിട്ട് ഇത് ഇറക്കി വെച്ച് ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു കൈ കൊണ്ട് എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ക്യാമറ തൽക്കാലം ഓഫ് ചെയ്യണം. എൻ്റെ ട്രൈപോഡ് ഒടിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ കാര്യം ഇത് ഉണ്ടാക്കണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏകദേശം ഒന്ന് ഹീറ്റ് ചെയ്ത് ഇറക്കി വെച്ച് കൊടുത്താലും മതിയാകും. ഞാനിപ്പോൾ ഏകദേശം ഇറക്കി വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്കിത് ക്യാമറ വെച്ചെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ലൈറ്റുമായി ഇവിടെ ക്യാമറ വെക്കാനുള്ളത്. ഞാൻ മിക്കപ്പോഴും ഒരു ടേബിളിൽ വെച്ചിട്ട് നേരെ താഴത്തേക്കായിരിക്കും ക്യാമറ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആംഗിളിന് വേണ്ടിയാണ് ഇങ്ങനെ വെച്ചേക്കണേ. അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പം മിക്കവാറും നിങ്ങളെല്ലാവരും ഫോൺ തന്നെ ആയിരിക്കും ക്യാമറ ഇട്ട് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ഇത് ഏകദേശം ഇങ്ങനെ കയറ്റി വെച്ച് ഇങ്ങനെ എടുക്കാനുള്ളൂ. അപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം നിങ്ങൾക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒരു ആംഗിളിൽ ക്യാമറ വെച്ച് നേരെ താഴത്തുള്ള ഇതൊക്കെ ഏകദേശം എടുക്കാം. ടേബിളാകുമ്പോൾ ഈ ട്രൈപോഡിൻ്റെ അടിയൊന്നും കാണില്ല. നിങ്ങൾ ഉണ്ടാക്കിയേക്കണം കണ്ടോ. ഇപ്പം മുകളിലൊരു സ്റ്റുഡിയോ ലൈറ്റും വന്ന്, സ്റ്റുഡിയോ ലൈറ്റിൻ്റെ ഒപ്പം തന്നെ ലൈറ്റും വന്ന്. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എല്ലെങ്കിൽ കൊടുത്തിട്ട് ഇങ്ങനെ നേരെ കൊടുത്ത്, അല്ലെങ്കിൽ 3 വേൻ്റെ ഇടണമില്ലേ, അത് കൊടുത്ത് ഇങ്ങനെ ഇതാക്കി ലൈറ്റും എല്ലാം അതും ഒന്നാക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി ടൈറ്റ് ചെയ്യാത്ത കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫോൺ താഴെ വീണല്ലോ, കുഴപ്പമില്ല, ഞാൻ ഒന്ന് ഇതാക്കുമ്പോൾ നിങ്ങൾക്ക് കറക്കി തിരിച്ച് ഏകദേശം ഫോൺ ഇങ്ങനെയും വെക്കാൻ പറ്റും, താഴേക്കും ഫേസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏകദേശം നിങ്ങൾക്ക് ടിക്ടോക്ക് എനിക്ക് യൂസ് ചെയ്യാം. ടിക്ടോക്ക് എന്തെങ്കിലും നിരോധിച്ച് തന്നാലും ഇങ്ങനെ യൂസ് ചെയ്ത് റീൽസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരെ യൂട്യൂബിൽ നേരെ സ്റ്റെബിലിറ്റി ഇപ്പം ഞാൻ ക്യാമറ പിടിച്ചേക്കുന്ന പോലെ വെക്കാനായിട്ടാണെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഇതെടുക്കാം. ഇതെടുത്തതിന് ശേഷം വെക്കാവുന്നതാണ് ഇതിൽ. അപ്പോൾ ഇതിന് ഊരി മാറ്റിയിട്ട് ഇത് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിങ്ങനെ ഏകദേശം സ്റ്റെബിലിറ്റി ആയിട്ട് ഇങ്ങനെ നേരെ വെച്ച് കഴിഞ്ഞ് തള്ളി കയറ്റിയാൽ മതിയാവും ക്യാമറ. അപ്പം ഞാൻ അതൊന്നും വെച്ച് കാണിച്ചു തരാം. ഇപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനെ ചരിച്ച് വെച്ചും എടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടോ, ഏകദേശം ചരിച്ച് വെച്ച് നിങ്ങൾക്ക് ഇനി വീഡിയോ എടുക്കാം. ഇങ്ങോട്ടും എല്ലാ ഡയറക്ഷനിലും
നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഭയങ്കര കാറ്റാട്ടോ ഇപ്പോൾ. സാധനമൊക്കെ കാറ്റും കൊണ്ട് ഭയങ്കര ഇതാവുകയാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാ ആംഗിളിൽ നിന്നും ഇതാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ട്രൈപോഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, നിർദ്ദേശങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.